ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചിന്നു അർച്ചനയെ വെയിറ്റ് ചെയ്തുകൊണ്ട് ബസ് സ്റ്റോപ്പിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വിജയശങ്കറും ആര്യയും കൂടി കാറിൽ വരുന്നത്. ചിന്നുവിനെ കണ്ട് വിജയശങ്കർ കാർ നിർത്തിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് മോളെ നീ ഇവിടെ തനിച്ചു നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ഞാൻ അമ്മയെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്ന്. വിജയശങ്കർ അപ്പൊ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് എന്തേ അമ്മ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ഇല്ല അമ്മ ഇത്ര നേരമായിട്ട് വന്നില്ല എന്ന് പറയുമ്പോൾ നീ എന്താ കോള് ചെയ്തില്ലേ എന്ന് ചോദിക്കുകയാണ്. കോള് ചെയ്തു, പക്ഷെ കിട്ടില്ലെന്ന് പറയുമ്പോ വീണ്ടും വിജയശങ്കർ ചോദിക്കുന്നുണ്ട്, എന്താണ് നിന്റെ അമ്മ വരാൻ ഇത്ര ലേറ്റ് ആവുന്നതെന്ന്. ചിന്നു അപ്പൊ എനിക്ക് അറിയില്ല എന്ന് പറയാണ്. ആര്യാണെങ്കിൽ ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അച്ഛൻ ഇതെന്താണ്, ഇവളെ കണ്ട് വഴിയിൽ വണ്ടി നിർത്തേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന് അങ്ങനെ ചിന്തിക്കുകയാണ്. വിജയശങ്കർ ആണെങ്കിൽ മനസ്സിലപ്പോ ചിന്തിക്കുന്നുണ്ട്, ഇതാണ് കിട്ടിയ അവസരം, എന്തായാലും അമ്മയെ വിളിച്ച് അവൾക്ക് കിട്ടുന്നില്ല, അവിടെയാണ് എന്റെ വില ഇവൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞ് വിജയശങ്കർ ചിന്നുവിനോട് പറയുന്നുണ്ട്, എന്നാ ശരി മോളെ, ഞാൻ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം, നീ കയറ് എന്ന് പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അത് വേണ്ട അച്ഛാ, അമ്മ ഇപ്പൊ വരും, ഞാൻ അമ്മയുടെ കൂടെ പോയിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വിജയശങ്കർ ആണെങ്കിൽ ചിന്നുവിനെ വിടുന്നില്ല. നിന്റെ അമ്മ വരാൻ ഇനിയും ലേറ്റ് ആയാലോ, നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും, ഞാൻ നിന്നെ കൊണ്ടുവിടാം എന്നൊക്കെ പറഞ്ഞ് ചിന്നുവിനെ നിർബന്ധിച്ച് കാറിൽ കയറ്റിയാണ്. ആര്യാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അച്ഛൻ ഇപ്പോ ഇവളെയും ചുമന്നുകൊണ്ടാണോ പോവാൻ നിൽക്കുന്നതെന്ന്. അങ്ങനെ ഒട്ടും മനസ്സില്ലാതെ ചിന്നു കാറിൽ കയറി പോവുകയാണ്. പോകുന്ന സമയത്ത് വിജയശങ്കർ ചിന്നുവിനോട് പറയുന്നുണ്ട്, മോളെ നീ അമ്മയെ വിളിച്ച് പറഞ്ഞേക്കെന്ന് പറഞ്ഞ് ചിന്നു ഫോൺ എടുത്ത് അർച്ചനയെ വിളിക്കുകയാണ്. അപ്പോഴും അർച്ചനയെ വിളിച്ച് കിട്ടുന്നില്ല. ചിന്നു എന്നിട്ട് അച്ഛ അമ്മയെ വിളിച്ച് കിട്ടുന്നില്ല എന്ന് പറയാണ്. വിജയശങ്കർ ആണെങ്കിൽ കിട്ടിയ അവസരമെല്ലാം മുതലാക്കുന്നുണ്ട്, നീ ഫോൺ വിളിച്ചിട്ടും അവളെന്താ ഫോൺ എടുക്കാത്തത്, നീ ഇവിടെ തനിച്ചു നിൽക്കുകയാണെന്നൊക്കെ അവൾക്ക് അറിയാവുന്നതല്ലേ, നിന്റെ അമ്മ ഇതുവരെ വിളിച്ചില്ലല്ലോ, അവളുടെ ജോലി തിരക്കിനിടയിൽ നിന്റെ കാര്യം അവൾ മറന്നു കാണും, ഏതെങ്കിലും പുതിയ കക്ഷിയെ അവൾക്ക് കിട്ടിയിട്ടുണ്ടാവും, അതിനിടയിൽ നിന്നെ മറക്കും, അതാണ് ഇവിടെ സംഭവിച്ചതെന്ന് വിജയശങ്കർ പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അമ്മ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നങ്ങനെ പറയാണ്. ആര്യാണെങ്കിൽ വിജയശങ്കറും ചിന്നുവും കൂടി സംസാരിക്കുന്നത് കേൾക്കാൻ വയ്യാതെ ദേഷ്യം വന്ന് ഒരു പണി കൊടുക്കാമെന്ന് വിചാരിച്ച് മ്യൂസിക് പ്ലേ ചെയ്യാണ്. നല്ല സൗണ്ടിൽ തന്നെയാണ് ആര്യ മ്യൂസിക് പ്ലേ ചെയ്യുന്നത്. ഇത് കണ്ട് വിജയശങ്കർ പറയുന്നുണ്ട്, എന്താണ് ആര്യ നീ ചെയ്യുന്നത്, ഞാൻ ചിന്നുവിനോട് സംസാരിക്കുന്നത് നീ കണ്ടില്ലേ, ഇത് ഓഫ് ചെയ്യേ എന്ന് പറയുമ്പോ ആര്യ പറയുന്നുണ്ട്, എനിക്ക് ബോറടിച്ചിട്ടാണ് അച്ഛൻ ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന്. വിജയശങ്കർ അപ്പൊ പറയുന്നുണ്ട്, വീട്ടിൽ ചെന്നിട്ടും പാട്ട് കേൾക്കാലോ എന്ന് പറഞ്ഞ് അത് ഓഫ് ചെയ്യാണ്. വീണ്ടും വിജയശങ്കർ ചിന്നുവിനോട് ചോദിക്കുന്നുണ്ട്, ചിന്നു മോളെ എന്നും ഇത് തന്നെയാണോ നിന്റെ അമ്മയുടെ പതിവ് എന്ന് ചോദിക്കുമ്പോ ചിന്നു പറയുന്നുണ്ട്, അല്ല ഇന്ന് മാത്രമാണ് അമ്മ ലേറ്റ് ആയതെന്ന് പറയാണ്. വിജയശങ്കർ അപ്പൊ പറയുന്നുണ്ട്, ഉത്തരവാദിത്തമില്ല, അത് തന്നെയാണ് പ്രശ്നം, ഞാനിപ്പോ അങ്ങോട്ടേക്ക് വരാതിരുന്നുവെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി, ഏതെങ്കിലും ക്രിമിനലുകൾ വന്ന് നിന്നെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്തു സംഭവിക്കുമായിരുന്നു, നിനക്ക് എന്ത് സെക്യൂരിറ്റിയാണ് മോളെ ഉള്ളത്, നിന്റെ അമ്മ കേസും കോടതിയും കാണുമ്പോ എല്ലാം മറക്കും എന്നെല്ലാം വിജയശങ്കർ പറയുമ്പോ ചിന്നുവിനാണെങ്കിൽ അമ്മയെ കുറിച്ച് പറയുന്നത് കേട്ട് ആകെ സങ്കടാവുന്നുണ്ട്. ആര്യാണെങ്കിൽ വിജയശങ്കറിനെയും നോക്കിക്കൊണ്ട് ബാഗിനുള്ളിൽ നിന്ന് മുന്നേ വാങ്ങിച്ചു വെച്ച ഫ്രൂട്ടി എടുത്ത് കയ്യിൽ പിടിക്കുകയാണ്. ഇത് കണ്ട് വിജയശങ്കർ പറയുന്നുണ്ട്, ആര്യ നീ അത് ചിന്നുവിന് കൊടുക്കുക എന്ന് പറയാണ്. ആര്യപ്പ പറയുന്നുണ്ട്, അച്ഛ ഇത് ഒരെണ്ണേ ഉള്ളൂ എന്ന് പറയുമ്പോ വിജയശങ്കർ പറയുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി, നീ ഇപ്പോ ഇത് അവൾക്ക് കൊടുക്ക്, നിനക്ക് ഞാൻ വേറൊന്ന് വാങ്ങിച്ചു തരാമെന്ന് പറയാണ്. ആര്യക്കാണെങ്കിൽ ഇത് കേട്ട് ദേഷ്യം വന്ന് അത് കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും വിജയശങ്കർ ആര്യയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അത് ചിന്നുവിന് കൊടുക്കുക എന്ന് പറയുന്നുണ്ടെങ്കിലും ചിന്നു പറയുന്നുണ്ട്, എനിക്ക് വേണ്ട അച്ഛ എന്ന്. ആര്യക്കാണെങ്കിൽ വിജയശങ്കറിന്റെ പെരുമാറ്റം കണ്ട് ആകെ ദേഷ്യം വന്നുകൊണ്ട് അച്ഛനൊന്ന് വണ്ടി നിർത്തിയെന്ന് പറയുകയാണ്. വിജയശങ്കർ അപ്പൊ തന്നെ കാറ് നിർത്തുന്നുണ്ട്. ആര്യ എന്നിട്ട് ദേഷ്യത്തോടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. കൂടെ തന്നെ വിജയശങ്കറും ചിന്നു ഇറങ്ങുന്നുണ്ട്. വിജയശങ്കർ എന്നിട്ട് ആര്യ നീ ഇത് എന്ത് കാണിക്കുകയാണ്, നീ എങ്ങോട്ടാണ് എന്ന് ചോദിക്കുമ്പോൾ ആര്യ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ നിന്നും നടന്നു പോയിക്കോളാം, അച്ഛൻ ഇവളെയും കൊണ്ട് വീട്ടിലാക്കിയിട്ട് വായോ എന്ന് പറഞ്ഞ് ആര്യ അവിടെ നിന്നും പോവുകയാണ്. ചിന്നു ആണെങ്കിൽ ആര്യയോട് പറയുന്നുണ്ട്, ആര്യയെ നീ വണ്ടിയിൽ കയറ്, ഞാൻ നടന്നു പോയിക്കോളാം എന്ന് പറയുന്നുണ്ടെങ്കിലും ആര്യ ദേഷ്യത്തോടെ ഒന്നും മിണ്ടാതെ അങ്ങനെ പോവുകയാണ്. വിജയശങ്കറിനോടും ചിന്നു പറയുന്നുണ്ടെങ്കിലും വിജയശങ്കർ പറയുന്നുണ്ട്, അവള് പോവുകയാണെങ്കിൽ പോവട്ടെ, അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ്, കയ്യിൽ ക്യാഷ് ഉണ്ടാവും, അവൾ ഏതെങ്കിലും ഓട്ടോ പിടിച്ചു പോയിക്കോളും, നീ എന്തായാലും വണ്ടിയിൽ കയറ് എന്ന് പറഞ്ഞ് വിജയശങ്കറും ചിന്നുവും പോവുകയാണ്. ആര്യാണെങ്കിൽ അവര് പോകുന്നതും തിരിഞ്ഞു നോക്കിക്കൊണ്ട് അങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അവളെ വഴിയിൽ നിന്ന് കിട്ടിയപ്പോൾ എന്നെ അച്ഛനെ വേണ്ട, ഞാൻ കാണിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ആര്യ അങ്ങനെ നടന്നു പോവുകയാണ്. ചിന്നു കാത്തു നിൽക്കാറുള്ള ബസ് സ്റ്റോപ്പിലേക്ക് അർച്ചന വരുന്നുണ്ട്. അവിടെയൊന്നും ചിന്നുവിനെ കാണാതെ വരുമ്പോൾ ഇതെവിടെ പോയി ചിന്നു എന്ന് വിചാരിച്ച് വേഗം തന്നെ ഫോൺ എടുത്ത് ചിന്നുവിനെ വിളിക്കാനായി നിൽക്കുകയാണ്. അപ്പോഴാണ് ചിന്നു കുറെ പ്രാവശ്യം തന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടെന്ന് അർച്ചന അറിയുന്നത്. പിന്നീട് തിരിച്ച് ചിന്നുവിന്റെ ഫോണിലേക്ക് അർച്ചന വിളിക്കുകയാണ്. എന്നാൽ ചിന്നു ഫോൺ എടുക്കുന്നില്ല.
അച്ഛ അമ്മ വിളിക്കുന്നുണ്ട്, അമ്മ ഇപ്പൊ സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ടാവുമെന്ന് പറയുമ്പോ വിജയ് ശങ്കർ പറയുന്നുണ്ട്, നീ നിന്റെ അമ്മയെ കുറെ പ്രാവശ്യം അങ്ങോട്ട് വിളിച്ചതല്ലേ, അപ്പോഴൊന്നും അവൾക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ലല്ലോ, ഇനിയിപ്പോ നീയും ഫോൺ എടുക്കണ്ട എന്ന് പറയാണ്. ചിന്നു ആണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിൽ പെട്ടിരിക്കുകയാണ്. ചിന്നു മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അമ്മ എന്നെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും, അച്ഛനെ ധിക്കരിച്ച് എനിക്ക് ഫോൺ എടുക്കാനും കഴിയില്ല എന്ന് അങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അർച്ചനയാണെങ്കിൽ വിളിച്ചിട്ട് ചിന്നു ഫോൺ എടുക്കാതെ വരുമ്പോ ഇവൾ എന്താണ് ഫോൺ എടുക്കാത്തത്, ചിലപ്പോൾ അവൾ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുക്കാതെ വന്നപ്പോ അവൾക്ക് എന്നോട് പിണക്കായിട്ടുണ്ടാവും, ചിലപ്പോ ബസ്സിന് പോയിട്ടുണ്ടാവും അവൾ എന്ന് പറഞ്ഞ് അർച്ചന വണ്ടിയും എടുത്ത് അവിടെ നിന്നും പോവുകയാണ്. ഹരിയാണെങ്കിൽ മെല്ലെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിന്നുവിനെ കിട്ടിയപ്പോൾ അച്ഛനിപ്പോ എന്നെ വേണ്ട, അവൾക്ക് എന്താണ് ഇത്ര പ്രത്യേകതയുള്ളത്, ഇതിപ്പോ അച്ഛന്റെ അഭിനയമൊന്നല്ല, അച്ഛൻ അവളോട് സ്നേഹം തന്നെയാണ്, അച്ഛൻ വീട്ടിലേക്ക് വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നൊക്കെ ആര്യ അങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. കാലു വേദനിച്ചുകൊണ്ടാണ് ആര്യ അങ്ങനെ നടക്കുന്നത്. ഒരു ഓട്ടോ പോലും അതുവഴി വരുന്നില്ല. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അർച്ചന അതുവഴി വരുന്നത്. അർച്ചന ഹെൽമെറ്റ് വെച്ചതുകൊണ്ട് ആര്യക്ക് അത് ആരാണെന്ന് പോലും അറിയുന്നില്ല. ആര്യ ആരായാലും ശരിയെന്ന് പറഞ്ഞ് ലിഫ്റ്റ് ചോദിക്കുകയാണ്. അർച്ചനയാണെങ്കിൽ ആര്യയെ കണ്ട് അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവളെന്താണ് ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നത്, ചന്ദ്രകാന്തത്തിൽ നിന്ന് ഇവളെ പിക്ക് ചെയ്യാൻ ആരും വന്നില്ലേ എന്ന് അങ്ങനെ ആലോചിക്കുകയാണ്. ആര്യയാണെങ്കിൽ അർച്ചനയോട് പറയുന്നുണ്ട്, ഞാൻ അഡ്വക്കേറ്റ് വിജയ് ശങ്കറിന്റെ മോളാണ്, എനിക്കൊരു ലിഫ്റ്റ് തരുമെന്ന് ചോദിക്കുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, അതെന്താ നിന്റെ വീട്ടിൽ നിന്ന് ആരും വിളിക്കാൻ വന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ആര്യ അപ്പൊ പറയുന്നുണ്ട്, വന്നോ, അച്ഛൻ വന്നായിരുന്നു, പക്ഷേ ഇടയ്ക്ക് വെച്ച് ഞാനും അച്ഛനും ഒന്ന് ഉടക്കി, ഞാനും അച്ഛനും സന്തോഷത്തോടെ വരികയായിരുന്നു, അപ്പോഴാണ് അവളെ കണ്ടത്, ആ ചിന്നുവിനെ, അവൾ അച്ഛന്റെ ആദ്യ ഭാര്യയുടെ മോളാണെന്നാണ് പറയുന്നത്, പക്ഷേ ഞങ്ങളാരും അവളെ അച്ഛന്റെ മോളായിട്ട് അംഗീകരിച്ചിട്ടില്ല, അച്ഛനാണെങ്കിൽ ഈയിടെയായിട്ട് അവളോട് ഭയങ്കര സ്നേഹമാണ്, അതെല്ലാം വെറുതെയാന്നേ, ചുമ്മാതെയാണ്, സ്നേഹമൊന്നല്ല, എല്ലാം അച്ഛന്റെ അഭിനയമാണ്, അവളുടെ അമ്മയ്ക്ക് ഒരു പണിയെടുക്കാൻ വേണ്ടി അച്ഛൻ അഭിനയിക്കുന്നതാണ്, അവൾക്ക് അച്ഛൻ ലിഫ്റ്റ് കൊടുത്തിട്ട് എന്നെ സൈഡാക്കുന്നത് പോലെ അച്ഛൻ സംസാരിച്ചു, അതാണ് ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി നടന്നതെന്ന് ആര്യ അങ്ങനെ പറയുകയാണ്. അർച്ചന അപ്പൊ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ചിന്നു അപ്പോ വിജയ് ശങ്കറിന്റെ കൂടെയാണല്ലേ പോയത് എന്നങ്ങനെ ചിന്തിക്കുമ്പോ ആര്യ ചോദിക്കുന്നുണ്ട്, ആന്റി ഞാൻ കൂടി ഇതിൽ കേറിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോ അർച്ചന ശരിയെന്ന് പറയാണ്. അങ്ങനെ ആര്യയെയും വിളിച്ചുകൊണ്ട് അർച്ചന അങ്ങനെ പോവുകയാണ്. വിജയ് ശങ്കർ ആണെങ്കിൽ ആര്യയെ ഇറക്കി വിട്ടതിൽ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് മനസ്സിലങ്ങനെ ഗൗരവമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്യ തനിച്ച് നടന്നു വരികയായിരിക്കും, എന്നോടുള്ള ദേഷ്യം കൊണ്ട് അവൾ ഓട്ടോയിലും കേറില്ല, അവളെ വിളിക്കാതെ വീട്ടിലേക്ക് പോയാൽ ചന്ദ്രയടുത്ത് നിന്ന് ഞാൻ നന്നായി കേൾക്കേണ്ടി വരും, ആര്യയെ കൊണ്ടുവരണല്ലോ, ഇവളുണ്ടെങ്കിൽ ആര്യ കേറില്ല, ഇനിയിപ്പോ ഇവളെ ഒഴിവാക്കാൻ എന്താണ് ഒരു വഴി, ആര്യയാണെങ്കിൽ പാവമെന്നൊക്കെ വിജയ് ശങ്കർ അങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. ചിന്നു അപ്പൊ ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താണ് ഇത്ര ഗൗരവമായി ചിന്തിക്കുന്നത്, ആര്യയെ കുറിച്ചാണോ ആലോചിക്കുന്നത്, അച്ഛൻ വേണമെങ്കിൽ ആര്യയെ പിക്ക് ചെയ്തോളൂ, ഞാൻ ഇവിടെ നിന്നും ഓട്ടോയിൽ പോയിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വിജയ് ശങ്കർ പറയുന്നുണ്ട്, അതൊന്നല്ല മോളെ, വാശിക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ, നീ കയറിയതിനാണ് അവൾക്ക് ദേഷ്യം വന്നിരിക്കുന്നത്, അവൾ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, നീ ആരാ, എന്റെ മൂത്ത മോളല്ലേ, നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് അവളെ എന്ന് വിജയ് ശങ്കർ അങ്ങനെ പറയുമ്പോ ചിന്നുവിന് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചിന്നുവിനെ ഒഴിവാക്കാനായി വിജയ് ശങ്കർ ഫോൺ എടുത്തുകൊണ്ട് ചിന്നുവിനോട് പറയുന്നുണ്ട്, മോളെ ആ ഗുമസ്തനോട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് ഗുമസ്തനെ വിളിക്കുകയാണ്. ചിന്നുവിനെ ഒഴിവാക്കാനായിട്ട് ഒരു ആക്ടിംഗ് ആണ് വിജയ് ശങ്കർ ചെയ്യുന്നത്. താൻ എവിടെ, അയാള് വന്നോ, അയാള് വരുന്നത് എന്താണ്, താൻ എന്നോട് നേരത്തെ പറയാതിരുന്നത്, എന്തായാലും ശരി ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് എത്താമെന്ന് പറയാണ്. പിന്നീട് വണ്ടി നിർത്തിക്കൊണ്ട് വിജയ് ശങ്കർ ചിന്നുവിനോട് പറയുന്നുണ്ട്, പ്രശ്നമായല്ലോ മോളെ, എനിക്ക് അത്യാവശ്യമായി ഓഫീസ് വരെ ഒന്ന് പോവണം, നീ എന്റെ കൂടെ ഓഫീസിലേക്ക് വന്നാൽ വീടെത്താൻ ലേറ്റ് ആവും, ഞാനിപ്പോ എന്താ ചെയ്യാ എന്ന് വിജയ് ശങ്കർ അങ്ങനെ ചോദിക്കുമ്പോ ചിന്നു പറയുന്നുണ്ട്, അതൊന്നും പ്രശ്നമില്ല അച്ഛാ, അച്ഛൻ ഓഫീസിലേക്ക് പോയിക്കോ, ഞാൻ ഇവിടെ നിന്നും ബസ്സിന് പോയിക്കോളാം എന്ന് പറയുമ്പോ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ബസ്സിനൊന്നും പോവണ്ട, നീ ഇവിടുന്ന് ഏതെങ്കിലും ഒരു ഓട്ടോ പിടിച്ചു പോയിക്കോ, ഞാൻ ക്യാഷ് തരാമെന്ന് പറയുമ്പോ ചിന്നു പറയുന്നുണ്ട്, അതൊന്നും വേണ്ട അച്ഛാ, അതൊക്കെ എനിക്ക് അമ്മ തന്നിട്ടുണ്ടെന്ന് പറയാണ്. അങ്ങനെ ചിന്നു വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. പിന്നീട് വേഗം തന്നെ വിജയ് ശങ്കർ ആര്യയെ ഡ്രോപ്പ് ചെയ്ത അവിടേക്ക് തന്നെ പോവുകയാണ്. അവിടെ പോയി നോക്കുന്ന സമയത്ത് ആര്യയെ കാണുന്നില്ല, ഇവളിത് എവിടെ പോയി എന്നങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആര്യ അർച്ചനയുടെ കൂടെ സ്കൂട്ടിയിൽ പോകുന്നത് കാണുന്നത്. ഇതെന്താ ഇവള് അർച്ചനയുടെ കൂടെ പോകുന്നത് എന്നങ്ങനെ ചിന്തിച്ചുകൊണ്ട് വിജയ് ശങ്കർ കാറും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. ചിന്നു ആ സ്റ്റോപ്പിൽ നിൽക്കുന്നത് കണ്ട് അർച്ചന എന്നിട്ട് അവിടെ വണ്ടി നിർത്തുന്നുണ്ട്. ആര്യ എന്നിട്ട് എന്താ ആന്റി ഇവിടെ വണ്ടി നിർത്തിയതെന്ന് ചോദിക്കുകയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, നീയൊന്ന് ഇവിടെ ഇറങ്ങുമെന്ന്. പിന്നീട് അർച്ചന ഹെൽമെറ്റ് അഴിക്കുകയാണ്. ആര്യാണെങ്കിൽ അർച്ചനയാണ് അതെന്ന് അറിഞ്ഞ് ആകെ ഷോക്കാവുന്നുണ്ട്. അർച്ചന ഇപ്പൊ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ലിഫ്റ്റ് തന്ന ആള് ഞാനാണെന്ന് നീ ഓർത്തില്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. ചിന്നു ആണെങ്കിൽ ആര്യയുടെ മുഖം കണ്ട് ആകെ ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ആര്യ ഇപ്പൊ
ചിന്നുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ല ചിന്നു എന്താണ് ഇവിടെ, അച്ഛൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തില്ലേ എന്ന് ചോദിക്കുകയാണ്. ചിന്നു അപ്പൊ പറയുന്നുണ്ട്, അച്ഛന് അത്യാവശ്യമായി ഓഫീസിലേക്ക് പോകണമെന്ന് പറഞ്ഞ് തിരിച്ചു പോയി എന്ന് ചിന്നു പറയുമ്പോ അർച്ചന ഇത് കേട്ടുകൊണ്ട് പറയുന്നുണ്ട്, ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല പണിയാണ് തന്നിരിക്കുന്നത്. ആദ്യം ആര്യയെ ഇറക്കി വിട്ടു, ഇപ്പതാ നിന്നെയും. കൊള്ളാം, എന്തായാലും നല്ല അച്ഛനാണല്ലോ നിങ്ങളുടെ അച്ഛൻ എന്നങ്ങനെ അർച്ചന പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അതുവഴി ഒരു ഓട്ടോ വരുന്നത്. അർച്ചന എന്നിട്ട് ആ ഓട്ടോ നിർത്തിക്കൊണ്ട് ആര്യ നീ അതിൽ പോയിക്കോളൂ എന്ന് പറയാണ്. ആര്യയാണെങ്കിൽ ഓട്ടോയിൽ കയറി കഴിഞ്ഞതിനു ശേഷം മനസ്സിൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഞാനാണെങ്കിൽ അർച്ചന ആന്റിയാണെന്ന് അറിയാതെ എന്തൊക്കെ പറഞ്ഞു പോയല്ലോ എന്നങ്ങനെ ആലോചിക്കുകയാണ്. പിന്നീട് ചിന്നു അങ്ങനെ അർച്ചനയോട് പറയുന്നുണ്ട്, അച്ഛന് പെട്ടെന്ന് ഓഫീസിലേക്ക് പോകണമെന്ന് പറഞ്ഞു, ഞാനാണ് ഇവിടെ ഇറക്കി വിട്ടോളൂ, ഞാൻ ബസ്സിൽ പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞത് എന്ന് ചിന്നു അങ്ങനെ പറയുമ്പോ അർച്ചന പറയുന്നുണ്ട്, എനിക്കെല്ലാം മനസ്സിലായി, നീ വന്ന് വണ്ടിയിൽ കയറി എന്ന് പറയാണ്. അർച്ചന എന്നിട്ട് ചിന്നുവിനെയും വിളിച്ചുകൊണ്ട് അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. ആര്യയാണെങ്കിൽ ഓട്ടോയിൽ വന്നത് കണ്ട് ചന്ദ്രയാണെങ്കിൽ അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവളെന്താണ് ഓട്ടോയിൽ വന്നിരിക്കുന്നത്, വിജയേട്ടനപ്പോ എവിടെയെന്നൊക്കെ അങ്ങനെ ചിന്തിക്കുകയാണ്. ആര്യയോട് എന്നിട്ട് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അച്ഛൻ എവിടെയെന്നൊക്കെ. ആര്യ അപ്പൊ തന്നെ നടന്ന കാര്യങ്ങളെല്ലാം ചന്ദ്രയോട് പറയാണ്. ചന്ദ്ര എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ അവളുടെ മുന്നിൽ വെച്ച് നിന്നെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തൂലേ എന്ന് ചോദിക്കുകയാണ്. ആര്യ അപ്പൊ പറയുന്നുണ്ട്, അതേ അമ്മേ, അച്ഛൻ എന്നെ ഇൻസൾട്ട് ചെയ്തു, അവൾക്ക് വേണ്ടി അച്ഛൻ എന്നെ റോഡിൽ ഇറക്കി വിട്ടു, അവൾക്ക് അച്ഛൻ ലിഫ്റ്റ് കൊടുത്തു, അവളെ കിട്ടിയപ്പോൾ അച്ഛൻ എന്നെ വേണ്ട. അല്ല, ഞാനാണോ ചിന്നു ആണോ അച്ഛന്റെ യഥാർത്ഥ മോള്, അതെനിക്കറിയണം, ശരിക്കും അവളുടെ മുന്നിൽ ഞാൻ നാണം കെട്ടുപോയി അമ്മേ എന്ന് പറഞ്ഞ് ആകെ സങ്കടപ്പെട്ടുകൊണ്ട് ആര്യ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വിജയ് ശങ്കർ വരുന്നത്. വിജയ് ശങ്കർ എന്നിട്ട് ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, ഇവൾ എങ്ങനെയാണോ വന്നത്, അർച്ചനയാണോ ഇവളെ ഇവിടെ ഡ്രോപ്പ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, അർച്ചനയോ, ഇവള് ഓട്ടോയിലാണല്ലോ വന്നത് എന്ന് പറയാണ്. എന്നോട് പിണങ്ങി ഇവൾ കാറിൽ നിന്നും ഇറങ്ങിപ്പോയി, തിരിച്ചു വിളിക്കാനായി വന്നപ്പോൾ അർച്ചനയുടെ വണ്ടിയിൽ കയറി ഇവൾ പോകുന്നത് കണ്ടു എന്ന് വിജയ് ശങ്കർ പറയുമ്പോ ചന്ദ്രയ്ക്ക് ദേഷ്യം വന്ന് ആര്യയെ അടിക്കാനായി പോകുന്നുണ്ട്. എന്താടി ഞാൻ കേൾക്കുന്നത്, നീ എന്തിനാണ് അവളുടെ സ്കൂട്ടറിൽ കയറിയത്, തന്തയും മോളും കൂടി എന്നെ നാണം കെടുത്താനായി നടക്കുകയാണോ എന്നെല്ലാം ചന്ദ്ര അങ്ങനെ ചോദിക്കുമ്പോ ആര്യ പറയുന്നുണ്ട്, അച്ഛന്റെ മനസ്സിൽ അവൾക്കുള്ള സ്ഥാനം എന്തോ ആയിക്കോട്ടെ, പക്ഷേ അവളോട് അച്ഛൻ ഇങ്ങനെ ഇടപഴകുന്നത് എനിക്കിഷ്ടമല്ല, അതെനിക്ക് ഉൾക്കൊള്ളാനായി കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആര്യ അകത്തേക്ക് പോവുകയാണ്. വിജയ് ശങ്കർ ആണെങ്കിൽ ചന്ദ്രയോട് പറയുന്നുണ്ട്, ചന്ദ്രേ നീ കാര്യങ്ങൾ പറഞ്ഞ് ആര്യയെ മനസ്സിലാക്കുക എന്ന് പറയുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, ചിന്നുവിന്റെ വിശ്വാസം നേടാൻ വേണ്ടി എന്റെ മോൾക്ക് നിങ്ങൾ പുല്ലുവെള്ള കൊടുത്തത് ഒട്ടും ശരിയായില്ല, ഇനിയിപ്പോ ചിന്നുവിന്റെ മുന്നില് ആര്യയ്ക്ക് എന്തെങ്കിലും ഒരു വിലയുണ്ടാവുമോ, ഞാനോ നിങ്ങൾക്ക് വേണ്ടി അമ്പാട്ടിലെ അർച്ചനയ്ക്ക് മുന്നിൽ ഒരുപാട് തവണ നാണം കെട്ടു, ഇനിയും എന്റെ മോള് നാണം കെടണോ എന്ന് ചോദിക്കുമ്പോ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ചില ഉദ്ദേശങ്ങളൊക്കെ നടക്കുന്നതിന് അല്പം നാണം കെടേണ്ടി വരും എന്നൊക്കെ പറയുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, വിജയേട്ട നിങ്ങൾ ഇങ്ങനെ ചിന്നുവിന്റെ പിന്നാലെ നടക്കുന്നത് എല്ലാം വെറുതെയാണ്, അവൾ അവളുടെ അമ്മ പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യാൻ പോകുന്നില്ല, അതെനിക്ക് ബോധ്യപ്പെട്ടു, നിങ്ങൾക്കെന്താ ഇനിയും നേരം വെളുത്തിട്ടില്ലേ എന്ന് ചന്ദ്ര അങ്ങനെ ചോദിക്കുകയാണ്. വിജയ് ശങ്കർ അപ്പൊ ചന്ദ്രയെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.